ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ്. ഈ വീഡിയോയിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് അടുത്തായിട്ട് വരാൻ പോകുന്ന സ്റ്റെപ്പ് അപ്പ് ഇവന്റിനെ പറ്റി നോക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ ഗെയിമിലോട്ട് അടുത്തായിട്ട് ഒരു മാസ്കിൻ്റെ ഫേഡഡ് വീൽ ഇവന്റ് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് CS റാങ്ക് ഇവന്റ് മാറുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഫ്രീ റിവാർഡ്സിനെ പറ്റി ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇപ്പോൾ ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ടൊരു മാസ്ക് റോയൽ ഇവന്റ് വരുന്നുണ്ട്. ഈ ഒരു ഇവന്റ് വഴി നമ്മുടെ ഓൾഡ് മാസ്ക് റിട്ടേൺ വരാൻ പോവുകയാണ്. അതോടൊപ്പം നമുക്ക് വേറെയും കുറേ മാസ്ക് വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കുവാണെങ്കിൽ ബിഗ് ഫാറ്റ് ബിയേഡ് വരുന്നുണ്ട്, അതുപോലെ സ്കെൽട്ടൻ മജീഷ്യൻ മാസ്ക് റിട്ടേൺ വരുന്നുണ്ട്, പിന്നെ അവസാനമായിട്ട് തേർഡ് ഹാൻഡ് മാസ്കും റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 റിവാർഡായിരിക്കും നമ്മുടെ ഈ ഒരു മാസ്ക് റോയലിൽ വരാൻ പോകുന്നത്. പിന്നെ നോർമൽ റിവാർഡായിട്ട് നമുക്ക് ബാക്ക് പാക്ക് വരുന്നുണ്ട്, ടീഷർട്ട് വരുന്നുണ്ട്, അതോടൊപ്പം അവതാർ, ബാനർ, പെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇവന്റ് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നതെന്ന് നോക്കുവാണെങ്കിൽ അടുത്ത വർഷം ഫെബ്രുവരി 14 അന്നാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ വരുന്നത്. അപ്പോൾ ആ ടൈമിലായിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഇവന്റ് വരാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്. അല്ലാതെ നമ്മുടെ വിന്റർ ഇവന്റിന്റെ ഭാഗമായിട്ടും ചിലപ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഇവന്റ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാൻ ചാൻസ് ഏറ്റവും കുറവാണ്. മെയിനായിട്ട് നമ്മുടെ വാലന്റൈൻസ് ഡേ ടൈമിലായിരിക്കും ഈ ഒരു ഇവന്റ് വരുന്നത്. എന്നാണ് വരുന്നതിനെ പറ്റിയുള്ള കൺഫേം ആയിട്ട് അപ്ഡേറ്റ് കിട്ടുമ്പോൾ നമ്മൾ എന്തായാലും ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോയിൽ ഇവനെ പറ്റി കറക്റ്റായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്ക് റോയലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഗെയിമിലോട്ട് ഒരു സ്റ്റെപ്പ് അപ്പ് ഇവന്റ് വരുന്നുണ്ട്. അതിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മെക്ലറിന്റെ തീമിലായിരിക്കും ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ മെക്ലറിന്റെ ഇമോട്ടോ അതോടൊപ്പം ബണ്ടിൽസും കാര്യങ്ങളും റിട്ടേൺ വരുന്നുണ്ട്. ഇതിൽ കാണുന്ന പോലെ കാറിൽ ഇങ്ങനെ വരുന്ന പോലത്തെ ഇമോട്ടാണ് നമുക്ക് റിട്ടേൺ വരുന്നത്. അതോടൊപ്പം നമ്മുടെ 2 ബണ്ടിൽസും റിട്ടേൺ വരുന്നുണ്ട്, മെയിലിന്റെയും ഫീമെയിൽ വരുന്നുണ്ട്. ഈ ബണ്ടിലും ഇമോട്ടും നമ്മുടെ മെക്ലറിന്റെ കൊളാബറേഷനിലാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നത്. ഇവിടെ കാണുന്നതാണ് നമ്മുടെ ബണ്ടിൽ വരുന്നത്. ഈ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ബണ്ടിലാണ്. ഒരു ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈ ഒരു ബണ്ടിൽ വരുന്നത്. ഒരു ജാക്കറ്റ് പോലുള്ള ഷർട്ടും അതോടൊപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ഹെയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ സെയിം തീമിലാണ് നമ്മുടെ ഫീമെയിൽ ബണ്ടിലും വരുന്നത്. ഫീമെയിൽ ബണ്ടിൽ നോക്കുവാണെങ്കിൽ മെയിൽ ബണ്ടിൽ പോലെ തന്നെ അത്യാവശ്യം നൈസായിട്ടുള്ള ബണ്ടിലാണ്. പിന്നെ വരുന്നത് നമ്മുടെ മെക്ലറിന്റെ ഇമോട്ടാണ്. ഇങ്ങനെ കാറിൽ വന്നിട്ട് ഇങ്ങനെ ചാടി വരുന്ന പോലുള്ള ഒരു ഇമോട്ടാണ്. ഇതാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഇമോട്ടാണ്. പണ്ട് നമ്മുടെ ടോപ്പ് ഇവന്റ് വഴിയാണ് ഈ ഒരു ഇമോട്ട് നമ്മുടെ ഗെയിമിലോട്ട് വന്നത്. പിന്നെ അവസാനമായിട്ട് നമുക്കൊരു അറൈവൽ ആനിമേഷനും വരുന്നുണ്ട്. അത് നോക്കുവാണെങ്കിൽ ആ ഇമോട്ട് പോലെ തന്നെ കാറിൽ നിന്ന് ഇങ്ങനെ പറന്നു വരുന്ന പോലുള്ള ഒരു ഇമോട്ടാണ്. അപ്പോൾ ഇത്രയും റിവാർഡ്സ് ആണ് നമ്മുടെ സ്റ്റെപ്പ് അപ്പ് ഇവന്റ് വഴി വരാൻ പോകുന്നത്. ഇതിൽ ഏതെങ്കിലും ബണ്ടിൽസോ ഇമോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എൻ്റെ കയ്യിലാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഇമോട്ട് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ ഇല്ലെന്നൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് എന്നാണ് വരാൻ പോകുന്നതിനെ പറ്റിയുള്ള കൺഫേം ആയിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഈ ഒരു ഇവന്റ് വരുമോ ഇല്ലയെന്ന് പോലും കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കുന്നതായിരിക്കും. ഇനി അവസാനമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിലെ മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ചാണ്. എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ CS സീസൺ ചേഞ്ച് ആവാൻ പോകുകയാണല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറെ റിവാർഡ്സും കാര്യങ്ങളും കിട്ടുമല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നാണ് അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെ റിവാർഡ് വരുന്നത് നമ്മുടെ ഡയമണ്ട് ഫസ്റ്റ് ആകുമ്പോഴാണ്. ഇവിടെ കാണുന്ന ഈ ഒരു ഉട്ട്പക്കറിന്റെ സ്കിന്നാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ സിംഗിൾ മാഗസീൻ, സിംഗിൾ റേഞ്ച്, അതോടൊപ്പം ആക്യുറസിയാണ് മൈനസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഗണ്ണ് നോക്കുവാണെങ്കിൽ ഒരു തീം ഗണ്ണാണ്. ഒരു നോർമൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ എപ്പോഴത്തെ പോലെ നമ്മുടെ ഹീറോയ്ക്ക് അടിക്കുമ്പോൾ റിവാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് തീമിൽ വരുന്ന ടീഷർട്ടാണ്. ടീഷർട്ട് നോക്കുവാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ടീഷർട്ടാണ്. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഹീറോയ്ക്കിന്റെ തീമിലാണ് നമ്മുടെ ടീഷർട്ട് വരുന്നത്. ഇപ്പോഴും നോക്കുവാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ CS33 ഹീറോയ്ക്ക് അടിക്കുമ്പോൾ ഉള്ള അവതാറും ബാനറും ആണ്. പിന്നെ എപ്പോഴത്തെ പോലെ 60 ഡേയ്സിന് നമുക്കൊരു ഇമോട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇമോട്ടാണെങ്കിൽ നമുക്ക് എല്ലാ സീസണിലും കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ മാസ്റ്റർ അടിക്കുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഇമോട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇമോട്ട് നമുക്ക് 60 ഡേയ്സിന് ട്രയലായിട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഗ്രാൻഡ് മാസ്റ്ററിന്റെ അവതാറും ബാനറും കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എലൈറ്റ് മാസ്റ്റർ അടിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു പരാങ്ങിന്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. ഈ സ്കിന്ന് നോക്കുവാണെങ്കിൽ ഒരു തീം സ്കിന്നാണ്. പിന്നെ അവസാനം നമുക്ക് ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുമ്പോൾ ഓരോ ലെവലിലും ഓരോ അവതാറും ബാനറും 60 ഡേയ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സീസൺ 33 റിവാർഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. നിങ്ങൾ ഗ്രാൻഡ് മാസ്റ്റർ അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ റിവാർഡും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.